നമസ്കാരം. സർക്കാരുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾക്കും മറ്റു വാർത്തകൾക്കും വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കാതിരിക്കുക. രാജ്യത്ത് ഇന്റർനെറ്റ് തുക നിയന്ത്രിക്കണമെന്ന പൊതുതാൽപര്യ ഹർജി തള്ളി സുപ്രീം കോടതി. ഇന്ത്യ ഒരു ഫ്രീ മാർക്കറ്റാണെന്നും ഇന്റർനെറ്റ് ഒരു തുക നിയന്ത്രിക്കണമെന്ന ഹർജി സ്വീകരിക്കാനാകില്ല എന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി. ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയും ജസ്റ്റിസ് സഞ്ജയ് കുമാറും ചേർന്ന ബെഞ്ചാണ് ഹർജി തള്ളിയത്. രജതി എന്നയാളാണ് പൊതുതാൽപര്യ ഹർജി സമർപ്പിച്ചത്. ജിയോയും റിലയൻസുമാണ് രാജ്യത്തെ മാർക്കറ്റ് ഷെയറിന്റെ ഭൂരിഭാഗവും കൈകാര്യം ചെയ്യുന്നത് എന്ന് ഇയാൾ നൽകിയ ഹർജിയിൽ പറയുന്നു. രാജ്യത്തിന്റെ ആകെ ഇന്റർനെറ്റ് മാർക്കറ്റ് ഷെയറിൽ 80% ഒരു കമ്പനിയാണ് കൈകാര്യം ചെയ്യുന്നത് എന്ന് ഹർജിയിൽ രജത് ആരോപിച്ചു. എന്നാൽ ഉപഭോക്താക്കൾക്ക് വേറെയും ഓപ്ഷനുകളുണ്ടെന്ന് സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടി. നിരവധി ഓപ്ഷനുകളാണ് ഉപഭോക്താക്കൾക്കുള്ളത്. BSNL-ഉം MTNL-ഉം ഇന്റർനെറ്റ് നൽകുന്നുണ്ട്. ഇതൊരു ഫ്രീ മാർക്കറ്റാണ്. കുത്തക ആരോപിക്കുകയാണെങ്കിൽ കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയെ സമീപിക്കൂ സുപ്രീം കോടതി പറഞ്ഞു. 2007 ആരംഭിച്ച ഇൻഫോടെൽ ബ്രാൻഡഡ് സർവീസ് ലിമിറ്റഡിന്റെ 95% ഓഹരികൾ 2010 റിലയൻസ് ഇൻഡസ്ട്രീസ് വാങ്ങി. 2013 കമ്പനി റിലയൻസ് ജിയോ ഇൻഫോടെക് ലിമിറ്റഡ് എന്ന പേര് മാറ്റിയത്. 2015 അവസാനത്തോടെ രാജ്യം മുഴുവൻ ഇന്റർനെറ്റ് സേവനം ആരംഭിക്കുമെന്നും ആ കൊല്ലം ജൂണിൽ കമ്പനി അറിയിച്ചു. 2016 സെപ്റ്റംബർ 5 കമ്പനി രാജ്യത്തെ 4G സേവനങ്ങൾ ആരംഭിച്ചത്. ഡിസംബർ 31 വരെ സൗജന്യ ഡാറ്റയും വോയിസ് കോളും നൽകിയാണ് കമ്പനി ഉപഭോക്താക്കളെ ആകർഷിച്ചത്. പിന്നീട് ഈ സൗജന്യ സേവനം 2017 മാർച്ച് 31 വരെ നീട്ടി. 2022 ഒക്ടോബർ 5 ഡൽഹി, മുംബൈ, കൊൽക്കത്ത, ചെന്നൈ എന്നീ നഗരങ്ങൾ ജിയോ 5G സേവനങ്ങൾ ആരംഭിച്ചു. 2023 മാർച്ചിൽ രാജ്യത്തുടനീളം 365 നഗരങ്ങളും ജിയോ 5G സേവനങ്ങൾ വ്യാപിപ്പിച്ചു. ആ കൊല്ലം തന്നെ ഏപ്രിൽ ആയപ്പോഴേക്കും ഇത് 2500 നഗരങ്ങളിലേക്ക് വ്യാപിച്ചു. നിലവിൽ ഇന്റർനെറ്റ് കൂടാതെ ജിയോ ഫൈബർ എന്ന പേരിൽ ബ്രോഡ്ബാൻഡ് സൗകര്യങ്ങളും കമ്പനി ആരംഭിച്ചു. അടുത്തിടെ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിനെ വാങ്ങിയ ജിയോ രാജ്യത്തെ സ്ട്രീമിനെ കുത്തകയും സ്വന്തമാക്കി. നിലവിൽ രാജ്യത്തെ ഏറ്റവും ബൃഹത്തായ ഉള്ളടക്കമാണ് ജിയോ ഹോട്ട്സ്റ്റാറിൽ ഉള്ളത്.